അടുക്കളയിലെ ഏറ്റവും സാധാരണമായ ഉപകരണങ്ങളിലൊന്നു തന്നെയാണ് LPG ഗ്യാസ് സിലിണ്ടർ. ദിവസേന ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമായേക്കും. അതിൽ ശ്രദ്ധിക്കേണ്ടത് സിലിണ്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് എവിടെ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്, അതിൽ ചോർച്ചയുണ്ടായാൽ എങ്ങനെ അതിനെക്കുറിച്ച് തിരിച്ചറിയുക, തീ പിടിച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, അങ്ങനെ തുടങ്ങി LPG സിലിണ്ടർ ഉപയോഗിക്കുന്ന ഓരോ വീട്ടിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിഞ്ഞില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾ തന്നെയായിരിക്കും വരുത്തി വയ്ക്കുക. അതിന് മുന്നോടിയായി സിലിണ്ടറിനെക്കുറിച്ച് വളരെ ലഘുവായി നമുക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുതന്നെയാണ് ഇവിടെ വിശദീകരിക്കാനായി പോകുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും എങ്ങനെയാണ് ഒരു സിലിണ്ടറിൽ നിന്നും ഗ്യാസ് അടുപ്പിലേക്ക്, സ്റ്റൗവിലേക്ക് തീ എത്തുന്നത് എന്നുള്ളത്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്ന ഈ ഒരു കണ്ടെയ്നർ, ഈ ഒരു സിലിണ്ടർ, അതിനുള്ളിൽ വളരെ ശക്തിയായി കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസ് ഉണ്ട്. അത് ലിക്വിഡ് LPG എന്നാണ് പറയുന്നത്. അതിനുശേഷം ലിക്വിഡ് LPG മുകളിലേക്ക് ഈ വാൽവ് വഴി, പ്രഷർ റെഗുലേറ്റർ വഴി നമ്മൾ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് ഈ സിലിണ്ടർ വാൽവ് വഴി മുകളിലേക്ക് ബേണറിലേക്ക് എത്തുന്നു. ബേണറിലൂടെ തീ പകരാനായി സാധിക്കുന്നു. ഇത് തന്നെയാണ് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം. ഇനി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തൊട്ടടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ഈ ഒരു ഗ്യാസിനുള്ളിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ ശക്തിയായി കംപ്രസ് ചെയ്തതുകൊണ്ട് ഈ വേപ്പർ LPG അത് ലിക്വിഡ് LPG ആയി മാറുകയാണ്. അതിൽ നിന്നും എത്രയധികം ശക്തിയോടുകൂടിയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇനി ഒരു സ്ട്രക്ചർ, അത് ബേസിക്കായി നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ തൊട്ടടുത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കൂ. ഈ ഗ്യാസിൻ്റെ മെക്കാനിസം എങ്ങനെയെന്നുള്ള കാര്യമടക്കം നമുക്ക് അടുത്ത സ്ലൈഡിലൂടെ മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി പൊതുവിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സിലിണ്ടർ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്? അടുക്കളയ്ക്കുള്ളിൽ വെക്കുമ്പോൾ ഇനി ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ വളരെ വേഗത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കും? അതല്ലെങ്കിൽ ആ ഒരു അപകടത്തെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം? അങ്ങനെയൊക്കെയുള്ള പലവിധ സംശയങ്ങളുണ്ട്. LPG സിലിണ്ടർ എപ്പോഴും നേരെ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അതും വായു സഞ്ചാരമുള്ളൊരു സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നു ഈ ഒരു റിംഗ് ഫൂട്ടുണ്ട്. ഇതിൽ നിന്നും നേരെ സ്റ്റഡിയായി തന്നെ ഈ ഒരു സിലിണ്ടർ നിർത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും, അതായത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാൻ ഒരു സാധ്യതയും ഉണ്ടാകരുത്. ചൂട് കൂടിയ ഭാഗത്ത് ഒരു കാരണവശാലും സിലിണ്ടർ വെക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മർദ്ദമാണ് ഇതിനുള്ളിൽ കൊടുക്കുന്നത്. അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടച്ചു വെച്ചിരിക്കുന്ന ഒരു അലമാരയ്ക്കുള്ളിൽ ഒരു കാരണവശാലും ഒരിക്കലും ഒരു ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കരുത്. ഇനി എങ്ങനെയാണ് ഒരു ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ചോർച്ച ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. തൊട്ടടുത്ത സ്ലൈഡിൽ അത് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഈ വാൽവ് വഴി ഇത് നേരെ ബേണറിലേക്ക് പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് തീ പകരുന്നു. ഇതിൽ പല സാഹചര്യങ്ങളിൽ, പല ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ചോർച്ച ഉണ്ടാകാം. ബേണർ മുതൽ ഗ്യാസിൻ്റെ റെഗുലേറ്റർ വാൽവ് വരെയുള്ള പല മേഖലകളിൽ ചോർച്ച സംഭവിച്ചേക്കാം. സ്വാഭാവികമായി LPG ഗന്ധമില്ലാത്തൊരു വാതകമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് പിന്നെ ഇത് മനസ്സിലാക്കുന്നത്? നമുക്കൊരു സ്മെല്ല് ലഭിക്കാറുണ്ടല്ലോ എന്നുള്ളത്. അതായത് ഇതിൻ്റെ ചോർച്ച പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകം ഒരു ഗന്ധം ചേർത്തുകൊണ്ടാണ് LPG ആയി വിതരണം ചെയ്യുന്നത്. സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ഗന്ധം അത് നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഗ്യാസ് ചോർച്ച നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആദ്യമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഗന്ധം തിരിച്ചറിഞ്ഞ് ഗ്യാസ് ചോർച്ചയുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളോ ലൈറ്ററോ തീപ്പെട്ടിയോ വൈദ്യുതി സ്വിച്ചുകളോ അങ്ങനെ ഒന്നും ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ കത്തിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിയുമെങ്കിൽ വീട്ടിലെ റെഗുലേറ്റർ തന്നെ ഓഫ് ചെയ്ത് ജനലുകളും വാതിലുകളും തുറന്ന് വായു സഞ്ചാരം പരമാവധി ഉറപ്പാക്കണം. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ശക്തമായ രീതിയിലാണ് മർദ്ദം ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറിൽ നിന്നും വളരെ വലിയ ഒരു ഫോഴ്സിൽ തന്നെയായിരിക്കും LPG പുറത്തേക്ക് വരുന്നത്. അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേക്കാം. വീടിനുള്ളിലാണെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് തീ പകരാനുള്ളൊരു കാരണമായി അത് മാറിയേക്കാം. ഇനിയിപ്പോൾ അങ്ങനെ തീ പടരുകയാണെങ്കിൽ അബദ്ധവശാൽ ഗ്യാസ് സിലിണ്ടറിൽ അതല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അക്കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് സിലിണ്ടറിന് സമീപത്തൊരു തീ ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സുരക്ഷ തന്നെയാണ്. സ്വയം അപകടത്തിൽപ്പെടുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇടപെടരുത്. സുരക്ഷിതമായൊരിടത്തേക്ക് മാറി അടിയന്തരമായ സഹായം തേടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിക്കാവുന്നത് ഒരുപക്ഷെ നമ്മുടെ കൃത്യമായ ഇടവേളകളിലുള്ള നിരീക്ഷണം, ഇൻസ്പെക്ഷൻ, അത് ഒരുപക്ഷെ ഈ അപകടങ്ങളെ അകറ്റി നിർത്തിയേക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് റെഗുലേറ്ററും, 2 ഹോസും. നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് അതിൻ്റെ ഹോസ്. അതിനുശേഷം സ്റ്റൗവിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ, അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, സ്റ്റൗവിലേക്ക് പോകുന്ന കണക്ഷൻ. ഇനി റെഗുലേറ്റർ വാൽവിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകമായി നോക്കേണ്ടത്, നമുക്ക് ഇവിടെ ഈ ഒരു ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ LPGയിൽ നിന്നും സിലിണ്ടറിൽ നിന്നും വാൽവിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഇവിടെ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ വാൽവിലുണ്ടാകുന്ന കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരുപക്ഷെ വാൽവിലുണ്ടാകുന്ന കേടുപാട്, അതല്ലെങ്കിൽ മറ്റ് തകരാറ്, അങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഒരു ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ മുതൽ ഇവിടെ വരെ. അത് നമ്മൾ നേരിട്ട് തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിലിണ്ടർ മാത്രം പരിശോധിച്ചാൽ പോരാ, ഗ്യാസ് ഹോസിൽ പൊട്ടലുണ്ടോ, വിള്ളലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കേണ്ടതുണ്ട്. ഇനി ഈ റെഗുലേറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ശരിയായ രീതിയിൽ തന്നെ റെഗുലേറ്റർ നമുക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ശരിയായ രീതിയിൽ ഈ റെഗുലേറ്റർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പരിശോധിക്കണം. ഒരു തവണ ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അത് ശരിയാകും, അതല്ലെങ്കിൽ സിലിണ്ടർ തീരുന്നതുവരെ ആ ഒരു പരിസരത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള രീതി, ആ ഒരു ചിന്താഗതി അത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി കേടായ ഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ചോർച്ച കണ്ടു കഴിഞ്ഞാൽ അത് സ്വയം നന്നാക്കരുത് ഒരു കാരണവശാലും. പകരം അംഗീകൃത സർവീസ് സംവിധാനത്തിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ LPG സിലിണ്ടറിൻ്റെ അപകട സാധ്യത നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. ചെറിയൊരു ശ്രദ്ധയും കൃത്യമായ സുരക്ഷാശീലങ്ങളും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സുരക്ഷയ്ക്ക് യാതൊരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.